അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ട് നേരം വൈകിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൂത്തച്ഛൻ ഇന്നലെ നൈറ്റ് 12 മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ കാക്ക ലീവൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട്. എൻ്റെ വീഡിയോയിൽ എപ്പോഴും ചോദിക്കാറുണ്ട് മൂത്തച്ഛൻ പോയോ, സിദ്ദിഖാക്ക് പോയോ എന്നൊക്കെ. അപ്പോൾ എന്തായാലും ആൾ ഇന്നലെ പോയിട്ടോ. ഈ പ്രാവശ്യം ഒരുപാട് നിന്നു നാട്ടിൽ. അപ്പോൾ ഇതേ നമ്മുടെ കുക്കറിൻ്റെ വാല് നമ്മുടെ മക്കൾ പൊട്ടിച്ചിട്ടുണ്ട്. എങ്ങനെ പൊട്ടിച്ചു എന്ന് വെച്ചപ്പോൾ രണ്ടാളും പൊട്ടന്മാരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്നു. ഓല നോട്ടം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ ഞാനെങ്ങാനാണ് പൊട്ടിച്ചിരിക്കണതെന്ന്. അപ്പോൾ എന്തായാലും അത് പൊട്ടിയപ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ. നമുക്ക് ഈ വീട്ടമ്മമാർക്ക് അടുക്കളയിലെ പാത്രങ്ങളൊക്കെ കേടുവരുമ്പോൾ ഭയങ്കര ഇടങ്ങേറില്ലേൽക്കാം. ആ ഒരു സംഭവം എനിക്ക് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് എപ്പോഴാണ് നേരാക്കി കിട്ടാമെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഞാൻ അർഷാഖാൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കാം കേട്ടോ. ഒന്ന് നേരാക്കി കൊടുന്ന് തരൂ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ ഒരു പരീക്ഷണത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, പച്ചരി അരച്ചിട്ടുള്ള അപ്പമാണ്. തലേദിവസം കുതിർത്തിയ അരിയാണ്. ഈ അരിക്ക് നല്ല പശുപശുപ്പുണ്ട്. അപ്പം ഇനി അപ്പം മുട്ടി പിടിക്കുമോ ഇല്ലയെന്ന് സംശയമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും സംശയം വെച്ചുകൊണ്ടിരിക്കണ്ടല്ലോ, ചെയ്ത് നോക്കി പരീക്ഷിച്ച് വിജയിക്കുക പരാജയപ്പെടുക എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് കരുതിയിട്ട് അരച്ച് ലൂസാക്കി ഉപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ രാവിലെ ഇന്നിപ്പം ചായ ഒന്നും കുടിക്കാൻ നിന്നിട്ടില്ല കേട്ടോ. അപ്പം അതൊക്കെ നിർത്തിയിട്ടുണ്ട്. അപ്പം ഡയറക്റ്റ് നമ്മൾ പണിയിലോട്ടാണ് പോവുകയാണ്. ഇല്ലെങ്കിൽ അകത്തുനിന്ന് ഇങ്ങനെ കരച്ചിൽ കേൾക്കാം നമ്മുടെ ചെറിയ ആളുടെ. അപ്പം അതേ നമ്മുടെ ദോശക്കല്ലിൻ്റെ ഒക്കെ കാര്യത്തിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഞാൻ പോയതിന് ശേഷം ദോശ ചുടാനൊന്നും ആരും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ദോശക്കല്ലൊക്കെ എങ്ങനെയാണ് ദോശ ചുട്ട് തരേണ്ടത് എന്നുള്ള കാര്യം മറന്നിട്ടുണ്ട്. ദോശയൊന്നും കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിതേ കത്തിയിലൊരു നമ്മുടെ ഉള്ളിയൊക്കെ കുത്തി ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്താൽ ചട്ടിയിൽ നിന്ന് അപ്പം കിട്ടും എന്നൊക്കെ കേട്ടു അറിഞ്ഞു, അങ്ങനെ ചെയ്താണ്. പക്ഷെ അതൊന്നും നടന്നില്ല കേട്ടോ. ഞാനിത് വന്നു കഴിഞ്ഞപ്പോൾ ഈ ദോശച്ചട്ടിയുടെ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവില്ലേ, ആ ഒരു സംഭവമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അത് ഞാനിങ്ങനെ എല്ലാവരും വെളുപ്പിച്ചെടുക്കലേ ചെയ്യുക, ഞാനതിനെ കറുപ്പിച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ. കാരണം ആ ഒരു തുരുമ്പിൻ്റെ കളറൊക്കെ കളഞ്ഞ് ഒന്ന് ബ്ലാക്കാക്കി കുട്ടപ്പനാക്കി എടുത്തിട്ടാണ് ഇപ്പോൾ നമ്മൾ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നത്. ചില സാധനങ്ങളൊക്കെ ഇങ്ങനെ ബ്ലാക്ക് ആയിട്ടിരിക്കണം കേട്ടോ, അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ ദോശയൊക്കെ നമ്മൾ എണ്ണയൊക്കെ തൂവി മാവൊക്കെ ഒഴിച്ചു. അപ്പോൾ നല്ല ഒച്ചയൊക്കെ വന്നിട്ടുണ്ട്. അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വരുന്ന 2 പേര്. നമ്മുടെ ചെറിയ ആളിന്ന് നേരത്തെ നീറ്റിട്ടുണ്ടായിരുന്നു. 5 മണിക്ക് നീറ്റിട്ട് ഞാനും ഓനും കൂടെ ഒരു പ്രഹസനമായിരുന്നു റൂമിൽ. പിന്നെ ഞാനും അവൻ്റെ കൂടെ കിടന്നുറങ്ങിപ്പോയി. പിന്നെ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നേരം മുഴുകാനുള്ള വേറൊരു കാരണം അതാണ്. അങ്ങനെ ഞങ്ങളെ ഇനിയിപ്പോൾ ഇവനെ എടുത്തിട്ട് വേണം ദോശ ചൂടാൻ. സേന മദ്രസ് പോകാൻ വേണ്ടിയിട്ട് നേരത്തെ നീട്ടിക്കാണ്. മദ്രസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ സമയമാകുമ്പോൾ തന്നെ എണീക്കും കേട്ടോ. എന്താ പറയുക, ഇനിയിപ്പോൾ ഇവനെ കുറച്ച് നേരം ഇവൻ നോക്കും. അങ്ങനെ ദോശ കിട്ടുന്നില്ല കേട്ടോ. ഞാൻ ദോശ കിട്ടും എന്നാണ് വിചാരിച്ചത്. അപ്പം നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, നല്ല മുരിഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ചട്ടിയിൽ നിന്ന് കിട്ടിയില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ചട്ടിയൊക്കെ മാറ്റി. പിന്നീടുള്ള നമ്മളെ അപ്പം ചുടലൊക്കെ ഈ ഒരു എന്താ പറയുക നോൺ സ്റ്റിക്കിൻ്റെ പാനിലായിരുന്നു കേട്ടോ. ഞാൻ പഴയതല്ല, ഇതൊരു നോൺ സ്റ്റിക്കിൻ്റെ സെറ്റാണ്. നമ്മുടെ വീടിരിക്കലിന് പ്രസൻ്റായിട്ട് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അതിൽ ഒരെണ്ണം എൻ്റെ അർഷൊക്കെ കയ്യിലിട്ട് കുത്തിക്കളുമ്പോൾ കേട് തെറ്റി. ഇനിയിപ്പോൾ വേറെ ഒന്ന് ഞാൻ എടുത്തതാണ് കേട്ടോ പുതിയതായിട്ട്. അപ്പോൾ ദോശയൊക്കെ നല്ല അടിപൊളിയായിട്ട് പേപ്പർ പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല മൊരിഞ്ഞിട്ട് സൂപ്പറായിരുന്നു. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഈ ചൂടോടെ കഴിക്കണം കേട്ടോ. ഒരെണ്ണത്തിൻ്റെ മേലെ ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരെണ്ണം കിട്ടണമെങ്കിൽ തല കുത്തി നിൽക്കണം. ഫുൾ ഒട്ടിപ്പിടിയനായിരുന്നു. എന്തായാലും അപ്പൊക്കെ ചുട്ട് വെച്ച് ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡിയായി. നമ്മുടെ വേപ്പിൻ്റെ മരം ഇത്രയും വലുതായിട്ടോ. ഞാൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ഞാൻ പോകുമ്പോൾ ഇതിന് തീരെ ജീവല്ലാത്ത പോലെയായിരുന്നു. കാരണം ഒരു ഹൈറ്റിൽ, ഒരു ചെറിയൊരു ഹൈറ്റിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ, വലുതാവാതെ. ഇത്രയും ആയത് തന്നെ വലിയ ഭാഗ്യം. ഞാൻ വിചാരിച്ച് കരിഞ്ഞു പോയിട്ടുണ്ടാവുമെന്ന്. എന്തായാലും ഇങ്ങനെ തല നമ്മളിങ്ങനെ നുള്ളി കൊടുക്കുമ്പോൾ അതിങ്ങനെ ഇങ്ങനെ സ്പ്രെഡായിട്ട് ഇങ്ങനെ പടർന്ന് വരുന്നുണ്ട്. അങ്ങനെ കറിവേപ്പില വെട്ടി വന്നപ്പോൾ വാപ്പയും മകനും ഭയങ്കരമായിട്ടുള്ള പ്രശ്നം. അർഷാക്ക കുട്ടീനെ കൈ കിട്ടിയിട്ട് ആകടങ്ങേറായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഒഴിവാക്കാനും പറ്റില്ല, നോക്കാതിരിക്കാനും പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കും. എന്നാലും അർഷാക്ക നോക്കുകയൊക്കെ ചെയ്യും. അവനക്കാണെങ്കിൽ സംസാരിക്കണത് ഭയങ്കര ഇഷ്ടമാണ്. അവനോട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ 2 പേരും കൂടെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ ഞാൻ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഗ്രീൻ പീസിൻ്റെ വൈറ്റ് കളറിലുള്ളതാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിന് പൊടിയൊന്നുമില്ല, ഒരു രസമില്ല, എന്നാലും കാണാനൊരു ലുക്കുമില്ല. അങ്ങനെ എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അർഷാക്കം ഉണ്ടാകാതിരുന്ന് തിന്നുന്നുണ്ട്. ഇത് ഒട്ടുകയാണ്. അപ്പം കറി രസമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഫുഡിൻ്റെ റീലൊക്കെ ഫോണിൽ കണ്ടിട്ട് അപ്പം എന്നൊക്കെ പറഞ്ഞ് തിന്നു കേട്ടോ. തീരെ പറ്റിയിട്ടില്ല. അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ കുറ്റം പറയണമൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ അതൊന്നും ചെവി വയ്ക്കാതെ ഒരപ്പം ഞാൻ തിന്നു കേട്ടോ. അർഷാക്കും ഒരു അപ്പം തന്നു. സയാനൊരു 3 എണ്ണൊക്കെ
കിട്ടുന്നു. അങ്ങനെ ഞാൻ ചാവടിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ദോശച്ചട്ടിയിൽ 2 മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ചൊരു ഉപ്പേരി ഉണ്ടാക്കിയിട്ട് ഈറ വന്നിട്ട് കുത്തിക്കിളിമ്പി ദോശച്ചട്ടിനോടുള്ള ദേഷ്യം നിർത്തതാണ് ഞാൻ. ഒന്നില്ലെങ്കിൽ ഇത് കേടുവരും അല്ലെങ്കിൽ ഇത് നേരാവും. എന്തായാലും ദോശച്ചട്ടിനെ നമ്മൾ റിക്കവർ ചെയ്ത് എടുക്കാൻ കേട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട്. അങ്ങനെ പണിക്ക് പോകാനുള്ളവരും സ്കൂൾക്ക് പോകാനുള്ളവരൊക്കെ പോയി കാലിയായി എല്ലാവരും എല്ലാ വീട് കാലിയായി. അപ്പോൾ നമ്മൾ പാത്രം കഴുകാൻ വേണ്ടി പൊരിഞ്ഞ് പാഞ്ഞ് വന്നിട്ട് ആദ്യം തന്നെ കത്തിയാണ് കഴുകി. അപ്പോൾ കൈയാണ് മുറിഞ്ഞു കേട്ടോ. അപ്പോൾ ഐശ്വര്യത്തിൻ്റെ ഒരു ലക്ഷണമാണത്. ചോര കണ്ടിട്ട് നമ്മൾ തുടക്കം കുറിക്കാം. പിന്നെ സിങ്ക് ഫുള്ള് പാത്രമാണ് കേട്ടോ. ഈ പാത്രം കണ്ടപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചു, നമ്മുടെ പാത്രം കഴുകൽ കഴിഞ്ഞാൽ കുറച്ച് പാത്രങ്ങൾ മാറ്റി വെക്കണം എന്ന് കേട്ടോ. കുറേ ആവശ്യമില്ലാത്ത മീൻസ് എപ്പോഴും ഡെയിലി യൂസ് ചെയ്യാത്ത കുറേ പാത്രങ്ങൾ ഈ സ്റ്റാൻഡിലുണ്ട്. അതങ്ങനെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ പാത്രം കഴിയുന്നത് വരെ ഇങ്ങനെ സ്റ്റാൻഡിൽ നിന്ന് എടുക്കും, വേറൊരെണ്ണം കഴുകി യൂസ് ചെയ്യില്ല. അപ്പോൾ കുറേ പാത്രം കഴുകാനാവും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആകെ എത്ര പേരുണ്ടോ അവർക്ക് കണക്കാക്കിയിട്ട് പ്ലേറ്റ്, ഗ്ലാസ്, സ്പൂണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അത് മാത്രമായിട്ട് നമ്മൾ സ്റ്റാൻഡിൽ വെക്കാം. ആവശ്യമുള്ളത് മാത്രം, അനാവശ്യമായ ഒരു സാധനം പോലും പുറത്തൊക്കെ ഇതെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിങ്ങനെ തീരുമാനിച്ചുകൊണ്ടാണ് ഞാൻ കഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈ ചില കാര്യങ്ങൾക്കൊക്കെ ബോധോദയം വരുന്നത് വളരെ വഴുകിയാണ്. അത് കുറേ മുന്നേ ഞാൻ ചെയ്യേണ്ടതായിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ ചെയ്യാമല്ലേ, ഇനിയിപ്പോൾ ലേറ്റ് ആവേണ്ട. അങ്ങനെ എന്താ പറയുക, പാത്രങ്ങളൊക്കെ കഴുകി സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്നും ചെയ്യുന്ന കുറച്ച് പണികളുണ്ടല്ലോ, അടിക്കുക, തുടക്കുക, അങ്ങനത്തെയൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ തുടക്കുന്നത് ഒന്ന് പെൻഡിങ്ങിലിട്ടിട്ടാണ്, കുറച്ച് പണി വേറെ ഉണ്ട്. ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫുഡ്, അതേപോലെ തന്നെ തിരുമ്പൽ, അങ്ങനത്തെയൊക്കെ കേട്ടോ. ഫുഡൊക്കെ നോർമൽ ഫുഡ്, സാധാ ചോറ്, കുറച്ച് മീൻ, അങ്ങനത്തെയൊക്കെയാണ്. അതൊന്നും ഞാൻ കാണിക്കില്ല. ഡെയിലി നമ്മുടെ വീഡിയോയിൽ ഇങ്ങനെ ചോറ്, മീനൊക്കെ കാണിച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കില്ലേ. അപ്പോൾ നമ്മൾ ടൈലൊക്കെ ഒന്ന് തുടക്കണം കേട്ടോ. സംഭവം ഞാനിവിടെ വന്ന ടൈമിൽ പെയിൻ്റ് അടി കഴിഞ്ഞിട്ട് വന്നപ്പം ഞാനിതൊക്കെ ക്ലീൻ ചെയ്തതാണ്. പക്ഷെ എന്താ വെച്ചാൽ പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ മതിൽ പണി നടക്കുമ്പോൾ അവിടെ കോൺക്രീറ്റ് മതിലാണ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ പൊടി, പാറമണൽ, പിന്നെന്താ മെറ്റൽ, സിമൻറ്റ്, അതൊക്കെ അവിടെ കൊട്ടലും മിക്സ് ചെയ്യലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുള്ള് പൊടി പിന്നെയും കയറിയിട്ടുണ്ട്. ഇപ്പം ഫുള്ളായിട്ട് മതിൽ പണി കഴിഞ്ഞിട്ടില്ല, ഇനിയും അവിടെ കോൺക്രീറ്റ് ചെയ്യാണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും പൊടി ആവുകയൊക്കെ ചെയ്യും. എന്നാലും എൻ്റെ ഒരു മനസ്സമാധാനത്തിന് ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ജസ്റ്റ് ഒന്ന് നനച്ചെല്ലാടെ ഒന്ന് തുടക്കുന്നുണ്ട്. ഞാനിങ്ങോട്ട് വന്ന ആ സമയത്ത് ഇവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മുത്തച്ഛന്മാരും മുത്തച്ഛകളും നമ്മളെ കുട്ടീസും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ക്ലീൻ ചെയ്യാൻ വിളിച്ചവരെല്ലാവരും കൂടി എന്നെ ഇവിടെ നാട്ടി വിടും, ഈ അങ്ങനെ തന്നെ വെയ്ക്കുമെന്ന് പറയും. അപ്പോൾ എപ്പോഴും എല്ലാവരും ഉണ്ടാവില്ലല്ലോ അല്ലേ. അങ്ങനെ എന്താ പറയുക, ഞാനിപ്പോൾ ഇന്ന് അടുക്കള മാത്രമാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. ബാക്കി നമ്മൾ ഓരോരോ ദിവസമായിട്ട് ചെയ്യുക, എല്ലാം കൂടെ ചെയ്യാൻ നിന്നാൽ ഒന്നും നടക്കില്ല. പിന്നെ ഞാൻ വന്നപ്പോൾ തുടത്തിയതാണ് അടുപ്പ് എത്തിക്കാൻ. ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ മുതലുള്ള വെണ്ണൂറുണ്ട്. ഇനിയിപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് നമ്മുടെ തെങ്ങിൻ്റെ ചുവട്ടിൽ, അതേപോലെ നമ്മുടെ വേപ്പിൻ്റെ ചുവട്ടിലൊക്കെ ഇടണം. ഇനി ഇവിടെ നന്നായിട്ടൊന്ന് തുടക്കണം കേട്ടോ. ഫുള്ള് എന്തൊക്കെയോ കരികളൊക്കെയാണ്, അടുപ്പല്ലേ, കരി എന്തായാലും ഉണ്ടാവും. അങ്ങനെ ഈ അടുപ്പിനെ ഒന്ന് സെറ്റ് ചെയ്യണം. പിന്നെ ഇപ്പോൾ നമ്മൾ നേരിടുന്നൊരു പ്രശ്നം എന്താ വെച്ചാൽ, കുഴൽക്കിണറിലെ വെള്ളമായതുകൊണ്ട് പൈപ്പ് ഡെയിലി ഇതിലൊക്കെ ഒരു കറ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ബാത്റൂമിൽ അവിടുത്തെ കറക്റ്റായിട്ട് അറിയാം കേട്ടോ. അവിടെ ഒന്നും വല്ലാതെ അറിയില്ല, എന്നാലും ഈ മൊബൈലിലെ ക്യാമറയിലായതുകൊണ്ട് ഒന്നും കാണാനില്ല. ശരിക്കും നമ്മൾ കണ്ടുകൊണ്ട് നോക്കിയാലെല്ലാം കാണാൻ പറ്റും. എന്താ പറയുക, ചെറിയൊരു ഒരു പാട് പോലൊരു സംഭവം ഉണ്ട് കേട്ടോ. അതിങ്ങനെ കഴുകി തുടക്കുമ്പോൾ പോകുന്നുണ്ട്, പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഉണങ്ങി കഴിയുമ്പോൾ വീണ്ടും വരികയാണ്. അത് കാണുമ്പോൾ എനിക്ക് കീറ വരും. അങ്ങനെ ഞാൻ സോപ്പൊക്കെ ഇട്ട് കഴുകുന്നുണ്ട്. ഞാൻ ഇന്നലെ മുട്ടയൊക്കെ ഒഴിച്ചതല്ല, മുട്ട ഒഴിച്ചപ്പോൾ ജസ്റ്റ് പോയിട്ടുണ്ട്. മുട്ടയൊക്കെ പോയി കഴിഞ്ഞാൽ സ്മെല്ലാണ് കേട്ടോ, ഒരു ബാഡ് സ്മെല്ലാണ്. നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും അതിൻ്റെ സ്മെല്ല് പോവില്ല. അപ്പോൾ ഒന്നാമതിപ്പോൾ ഞാനിതൊക്കെ അങ്ങനെയൊക്കെ ആക്കാനുള്ള കാരണം തന്നെ അതാണ് കേട്ടോ, ആ ഒരു എഗ്ഗിൻ്റെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് സോപ്പൊക്കെ ഇട്ട് ഇറണ്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ സ്ക്രബ്ബർ വെച്ചിട്ട് ഒന്നും കൂടെ ഇറതി കൊടുത്തു. പിന്നെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തു കേട്ടോ. പിന്നെ അടുപ്പിൻ്റെ ഉള്ളിലുള്ള കരികളൊക്കെ ഞാൻ മാക്സിമം എടുക്കാൻ കിട്ടുന്നിടത്തോളം എടുത്തിട്ടുണ്ട്. നമ്മുടെ ദോശക്കല്ലിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അടുപ്പ് കത്താനും ആദ്യം നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഒക്കെ റെഡിയാക്കിയിട്ട് എല്ലാം വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് പിന്നെ കത്തിച്ചത്. അതുകൊണ്ട് പിന്നെ അടിപൊളിയായിട്ട് കത്തി. അങ്ങനെ നമ്മുടെ അടുപ്പിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്യാസ് സ്റ്റവ് ഒന്ന് എന്താ പറയുക തുടച്ചെടുക്കുക. ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തൊരു സംഭവമാണ് ഈ ഗ്യാസ് അടുപ്പ്. എനിക്ക് എന്താ അറിയില്ല, ഇതിലിങ്ങനെ കുക്ക് ചെയ്യാനൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അത് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ കിടക്കുമല്ലോ ആ ഒരു ടൈമിൽ കേട്ടോ. അതിൻ്റെ മുന്നേ എനിക്ക് ആ വക ചിന്തയേ ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഉണ്ടാക്കണം തന്നെ കയറിയായിരുന്നു കേട്ടോ. പിന്നെ വെറുതെ ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് പല പല ആഗ്രഹങ്ങളും പല പല മോഹങ്ങളായിരുന്നല്ലോ.
ഇതിൻ്റെ ഇടയിൽ ലിസു വന്നിട്ടുണ്ടായിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ മെച്ചിനെ സഹായിക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട്, എന്നിട്ട് ആ സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും അതൊക്കെ തപ്പി തിരഞ്ഞ് കണ്ടുപിടിച്ച് ഫുള്ള് തുടച്ച് സെറ്റാക്കി കേട്ടോ. ഇനി നമുക്ക് മിക്സി ഒന്ന് സെറ്റ് ചെയ്യാം. മിക്സിയുടെ ജാറൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ മിക്സിയുടെ നമ്മുടെ ചെറിയ ചെറിയ ഗ്യാപ്പൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി ഒന്ന് തുടച്ചെടുക്കുകയാണ്. പിന്നെന്താ, ഞാനത് നേരത്തെ പറഞ്ഞ പോലെ എല്ലാം നമ്മൾ ഇതിൻ്റെ മുന്നേ ക്ലീൻ ചെയ്തതാണ് കേട്ടോ. വീണ്ടും അത് കേടുവന്നിരിക്കുകയാണ്. മീൻസ് വീണ്ടും അത് അഴുക്കായതാണ്. അപ്പോൾ പിന്നെയും ക്ലീൻ ചെയ്യണ്ടേ, അതൊരു ഷെഡ്യൂളാണല്ലോ നമ്മൾ ഇങ്ങനെ വൃത്തിയാക്കുക, കേടുവരിക, വൃത്തിയാക്കുക എന്നുള്ളത്. അപ്പം ഇതും കൂടെ ഒന്ന് സെറ്റ് ചെയ്യുക. അതിൻ്റെ ജാറൊക്കെ കഴുകിയിട്ട്, പക്ഷേ നമ്മുടെ വാഷർ ഉണ്ടല്ലോ, മിക്സിയുടെ വാഷർ, അതിലിങ്ങനെ ഒരു കറ പോലൊരു കളറുണ്ട്. അതിനിപ്പോൾ അതൊന്ന് കളയണം. അതിന് നമുക്ക് ക്ലോറക്സിൻ്റെ ആവശ്യമുണ്ട്, അത് ഇവിടെ ഇല്ല. അപ്പം ഞാൻ അത് വാങ്ങിയിട്ട് വേണം അതിൻ്റെ ഒരു കളറ് ചേഞ്ച് ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ മിക്സിയുടെ വയറും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ തുടച്ച് വെച്ചു. ഇനി നമുക്കിതേ നമ്മുടെ ഇൻഡക്ഷൻ കുക്കറാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ തുടച്ചൊക്കെ, ഇതിപ്പോൾ നമ്മൾ പുതിയതായിട്ട് വാങ്ങിയ പുതിയ മെമ്പറാണ്. ഇപ്പം ഞാൻ ഇതിലാണ് അധികവും കുട്ടിക്ക് വെള്ളം ചൂടാക്കുക, ചായ, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാറ്. അപ്പോൾ അതേ നമ്മുടെ പാത്രങ്ങൾ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാം കഴുകി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്ലീനാക്കി, അതേപോലെ തന്നെ അടുപ്പും സെറ്റാക്കി എല്ലാം ഒന്ന് ക്ലീനായി കണ്ടപ്പോൾ തന്നെ ഒരു സമാധാനമായിരുന്നു കേട്ടോ. നല്ല വെട്ടി തിളങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് സൂര്യപ്രകാശം കാരണമാണോ അതത് ഇതിൻ്റെ വൃത്തിയാകലും ഉണ്ടാണോ എന്നറിയില്ല. നല്ല തിളക്കമൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകി ഈ ഒരു സൈഡിൽ വെച്ചിരിക്കണത് കുറച്ച് എടുത്ത് വെക്കാനുള്ളതും കുറച്ച് വെള്ളം തോർന്നിട്ട് എടുത്ത് വെക്കാനുള്ളതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ, അതേപോലെ തന്നെ ഈ ഒരു ഏരിയ ഒക്കെ ഒന്ന് റീസെറ്റ് ചെയ്യാണ്ട് കേട്ടോ. അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ പൊടിയുണ്ട്, വല്ലാതെയൊന്നുമില്ല. നമ്മൾ പെയിൻ്റ് അടിക്കുമ്പോൾ എല്ലാം സെറ്റ് ചെയ്തതാണല്ലോ. അപ്പോൾ വല്ലാത്തൊരു പെയിൻ്റ് അടി കേസ്, ഇത്ര വട്ടം പറയും ഞാനിത്. അപ്പോൾ എന്താ പറയുക, പൊടിയില്ല. അപ്പോൾ എന്നാലും ജസ്റ്റ് ഒന്ന് വെറുതെ തുടക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ തന്നെയാണ് ഇത് കേടെടുത്തുന്ന ആൾ. ഞാൻ ഒന്നും എടുത്തിട്ട് പിന്നെ അവിടെ തന്നെ വെക്കുമല്ലോ, വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കും. എന്നിട്ട് പിന്നെയും ഞാൻ ഇതേപോലെ അടുക്കി പെറുക്കി വെക്കും. വീണ്ടും അത് അങ്ങനെയാവും. അത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഷെഡ്യൂളാണ്. പിന്നെ ഞാൻ മാത്രമല്ല കേട്ടോ, ഇസു, സയാൻ, അർഷാക്ക 3 പേരും ഇതിൽ പങ്കാളികളാണ്. ചെറുപ്പ്, അതേപോലെ തന്നെ ടോയ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അടുക്കളയിലുണ്ടാവും. നെയിൽ കട്ടർ, ഞാനത് കാണുമ്പോൾ പെറുക്കിയെടുത്ത് അവിടെ എവിടെയും കൊണ്ടുപോയി വെക്കും അതാത് സ്ഥാനത്ത്. വീണ്ടും അത് എങ്ങനെയെങ്കിലുമൊക്കെ പാറിപ്പറന്ന് ഇവിടെ വരും കേട്ടോ. അതേപോലെ തന്നെ വെളിച്ചെണ്ണ കുപ്പി നമ്മൾ ഞങ്ങളുടെ ബെഡ്റൂമിലാണ് ഉണ്ടാകാറ്. ആർഷാക്ക് തലയിൽ എണ്ണയൊക്കെ വേണ്ടി എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയി വെക്കും. നല്ല കാലത്തിന് ഇതുവരെ എണ്ണയൊന്നും പോയിട്ടില്ല. അങ്ങനത്തെ അവസ്ഥയൊന്നും എനിക്ക് ആലോചിക്കാൻ തന്നെ വയ്യ കേട്ടോ. അതിങ്ങനെ പോണതിലല്ല, അതിങ്ങനെ വൃത്തിയാക്കി എടുക്കണ്ടേ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഈ ഒരു ഏരിയ ഞാൻ തുടച്ചെടുത്ത് ജസ്റ്റ് ഒന്ന്, അത് കഴിഞ്ഞിട്ട് കുപ്പികളൊക്കെ ഒന്ന് നേരെ വലുതും ചെറുതുമായിട്ടുള്ളതൊക്കെ ഒരേപോലെ ഒന്ന് കാണാനൊരു ഭംഗിയിലൊക്കെ ഒന്ന് ശരിയാക്കി എടുത്തു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചെറിയ ആളെ കുളിപ്പിച്ചു, ഉറക്കി, അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ ഈ ഒരു ക്ലീനിങ് മാത്രമാണ് ഫോക്കസ് ചെയ്തത്. അതിൻ്റെ ഇടയിൽ ഇസുവിന് വിശക്കണമെന്ന് പറഞ്ഞു വന്നു. എനിക്ക് മാഗി ഉണ്ടാക്കി കൊടുത്തു. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് വെള്ളം കലക്കി കുടിച്ചു. അങ്ങനത്തെ ഐറ്റംസൊക്കെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ദേ നമ്മൾ ആ ഒരു ഏരിയയും ഈ ഒരു ഏരിയയും ഇവിടെ ആവശ്യമുള്ളത് മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ. ആവശ്യമില്ലാത്തൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ താഴത്തെയും കൂടെ വൃത്തിയാക്കി അതും ദേ ആവശ്യമുള്ളത് മാത്രം വെച്ച് ബാക്കിയൊക്കെ എടുത്തു വെച്ചു. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനുള്ള സംഭവങ്ങൾ മാത്രം കേട്ടോ. പിന്നെ അടിയിലുണ്ടായിരുന്ന വിറകും കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് എറിഞ്ഞിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല, മഴക്കാലത്തൊക്കെയാണല്ലോ അതിൻ്റെ അടിയിൽ കൊടുന്നിടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല വിശപ്പുണ്ടായതുകൊണ്ട് ഫുഡ് കണ്ടപ്പോൾ ഞാൻ വ്ളോഗ് മറന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ബാക്കിയുള്ള വീഡിയോസ് ഒന്നും എടുത്തില്ല. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മൾ വ്ളോഗ് എടുത്തിരുന്നല്ലോ എന്നുള്ളൊരു ബോധം വന്നത്. അപ്പോൾ ഒരുപാട് തുണികൾ മടക്കാണ്ടായിരുന്നു. ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇരുന്ന് മെല്ലെ സാവധാനം ഒരു താളത്തിലും ഓളത്തിലൊക്കെ ഒന്ന് മടക്കിയെടുക്കാമെന്ന് കരുതിട്ടോ. നമ്മൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഉച്ചക്ക് ഉറങ്ങുക എന്നുള്ളതൊരു ശീലമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉറങ്ങാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഉറങ്ങിയാലും പ്രശ്നമാണ്, ഉറങ്ങിക്കഴിഞ്ഞാൽ ആകെ കൂടെ എന്തൊക്കെയോ തോന്നും. ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഉറക്കത്തിൻ്റെ മപ്പുണ്ടാവും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്തായാലും മടക്കൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പോഴേക്കും ആൾ എണീറ്റിട്ടുണ്ട്. നല്ല ഉറക്കമായിരുന്നു. ഇനിയിപ്പോൾ വരെ മേല് കഴുകാനുള്ള സമയം, രാവിലെ വൈകുന്നേരം നമ്മൾ മേലൊക്കെ കഴുകാറുണ്ട്. പിന്നെ എന്താ പറയുക, ഇനിയിപ്പോൾ ഓനെ കുറച്ച് നേരം നോക്കാം കേട്ടോ. അപ്പോൾ പുറത്ത് കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം അവിടെ പോയിരുന്നു. ഓനിക്ക് പുറത്തു കൂടെ ഇങ്ങനെ നടക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ 2 റൗണ്ടൊക്കെ ഏതെങ്കിലുമൊക്കെ പോയി വരും. ഇതും അവിടെ നിന്നിട്ട് എന്തൊക്കെയോ എക്സ്പ്രഷൻ ഇടുന്നു കേട്ടോ. മൂട്ടിലൊക്കെ ഫുള്ള് ചളിയൊക്കെ കാണാനുണ്ട്. ഇനിയിപ്പോൾ ഞാൻ തിരുമ്പണ്ടേന്നാണ് ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചത്.
ഇപ്പം അതേ ചായ കുടിക്കാൻ വേണ്ടി റോട്ടിൽ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോൾ വീട്ടിൽ നിന്ന് ചായ കുടിച്ചാലും റോട്ടിൽ പോയിട്ടൊരു ചായ കുടിയുണ്ട്. ഇതിപ്പോൾ പന്തൊക്കെ കളിക്കാൻ പഠിച്ചിരിക്കുകയാണ് കേട്ടോ. പന്ത് അടിക്കലും തെറിപ്പിക്കലൊക്കെ കണ്ട ഓന് ഏതോ വലിയ കളിക്കാരനാന്നൊക്കെ തോന്നും. എല്ലാം അങ്ങനെ പറയുകയൊക്കെ ചെയ്യട്ടെ. വലിയ ചെക്കന്മാർ പറയണത് കേട്ടിട്ട് അതേപോലെ പറയും, അതേപോലെ ചെയ്യുകയൊക്കെ ചെയ്യും. പിന്നെ ഈ മണ്ണിലിങ്ങനെ ഉരുസലൊരു ഹോബിയാണ്. ഉരുസി സകല ഡ്രസ്സിലും ചളിയാണ്. കുറേ തിരുമ്പാനാക്കും. ഫുള്ള് പൊടി ആയതുകൊണ്ട് നമ്മുടെ മതിൽ പണി നടക്കുന്നതിന് മുന്നേ അവിടുന്ന് കുറച്ച് മണ്ണൊക്കെ മാന്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ മണ്ണ് ഫുള്ള് ഇപ്പുറത്തെ വളപ്പിലോട്ടാണ് ഇട്ടത്. വളപ്പ് തൊടി എന്നൊക്കെ പറയും. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ നിൽക്കുന്നത് ഒരു പപ്പായ മരമാണ് കേട്ടോ. അവിടെ അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ കുറച്ച് നേരം കുട്ടികളെ കളിയൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ അതിനെ കുറേ ആയിട്ടോ നമ്മളെ വീഡിയോയിൽ കാണിച്ചിട്ട്. എന്താ പറയുക, അപ്പോൾ ഇത് ഒരു വെയിലൊക്കെ ഉണ്ടായിരുന്നിട്ട് അവിടെ വെയിലൊന്നും ഇപ്പോൾ കാണാനില്ല. മണ്ണിട്ടപ്പോൾ വെയിലൊക്കെ എന്തൊക്കെയോ ആയി. ഇതാണ് കേട്ടോ നമ്മുടെ മതിൽ, കോൺക്രീറ്റിൻ്റെ മതിലാണ് വരുന്നത്. അപ്പം നമ്മുടെ റോഡിൻ്റെ ഒപ്പാണ് മതിൽ പണി കംപ്ലീറ്റ് ആവാനുണ്ട് എന്തായാലും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ചെറിയ ആളെയും കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോയിട്ടോ. എനിക്ക് ഭയങ്കര ചുമയായിരുന്നു. അപ്പോൾ 5 days കഴിഞ്ഞിട്ട് വീണ്ടും വരിക എന്ന് ഡോക്ടർ പറഞ്ഞതാണ്. അപ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ വീണ്ടും ഒന്ന് വന്നതാണ്. വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷെ രാത്രി ഭയങ്കര ചുമയാണ് കേട്ടോ. അവന് നല്ല ഉറക്കം ഡിസ്റ്റർബ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡോക്ടർ PT ഹമീദ് ചെറുപ്പശ്ശേരിയിലുള്ള നമ്മളെ കുട്ടികളെ ഡോക്ടറാണ്. അപ്പോൾ ഇവിടെ തന്നെയാണ് വരാറ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതിലെല്ലാവർക്കും ടാറ്റാ.